അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വലൈസ ദക്കർ കല്ലുൻസ, ആൺകുഞ്ഞ് പെൺകുഞ്ഞിനെ പോലെയല്ലല്ലോ. മറിയം ബീവിയുടെ മാതാവ് ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചപ്പോൾ അള്ളാഹു ഒരു പെൺകുട്ടിയെ നൽകിയതാണ് ഈ ആയത്തിന്റെ സന്ദർഭം. മറിയം ബീവി ചരിത്രത്തിൽ നിർവഹിച്ച ദൗത്യം ഒരു പുരുഷനും നിർവഹിക്കാൻ കഴിയാത്തതാണ്. ഇസ്ലാമിൽ പെൺമക്കൾ ഭാരങ്ങളല്ല, അഗാധമായ അനുഗ്രഹവും മഹത്തായ പ്രതിഫലത്തിന്റെ ഉറവിടവുമാണ്. അവരോട് ക്ഷമയോടും സ്നേഹത്തോടും കരുണയോടും പെരുമാറാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നരകാഗ്നിയിൽ നിന്നുള്ള സംരക്ഷണവും സ്വർഗത്തിലേക്കുള്ള പാതയുമാണവർ. 2-3 പെൺമക്കളെയോ സഹോദരിമാരെയോ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗമാണ് പ്രവാചകൻ വാഗ്ദാനം ചെയ്തത്. അഹ്മദും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ പറയുന്നത്, തങ്ങളുടെ പെൺമക്കളോട് ക്ഷമ കാണിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നവർ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അഗ്നിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്നാണ്. അതുപോലെ കുടുംബത്തിൽ സാംസ്കാരികവും ധാർമ്മികവും മതപരവുമായ മൂല്യങ്ങൾ നിലനിർത്തുന്നതിലും അടുത്ത തലമുറയ്ക്ക് പഠിപ്പിക്കുന്നതിലും കൈമാറുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നവരുമാകുന്നു ഇവർ. മൂല്യത്തിലും പ്രാധാന്യത്തിലും തുല്യരായിട്ടാണ് ഇസ്ലാം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കണക്കാക്കുന്നത്. നീതിയും സമത്വവും ഊന്നിപ്പറഞ്ഞ് ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികളും കുടുംബജീവിതത്തിന് അനുഗ്രഹവും സ്നേഹവും സന്തോഷവും നൽകുന്നു എന്നതാണ് ഇസ്ലാമിന്റെ പഠിപ്പിക്കൽ. അറിവ് നേടുന്നതിലോ കർമ്മങ്ങൾ ചെയ്യുന്നതിലോ അവയുടെ പ്രതിഫലങ്ങളിലോ ആൺ പെൺ വ്യത്യാസമില്ല. വളർത്തൽ, വിദ്യാഭ്യാസം, പരിചരണം എന്നിവയുൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തുല്യ പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത്. വിജ്ഞാനം തേടൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന നബിവചനത്തിൽ ആൺ പെൺ വിവേചനമില്ല. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ നിങ്ങളിൽ ഏറ്റവും നീതിമാനാകുന്നു എന്ന ഖുർആൻ വാക്യം ലിംഗഭേദമില്ലാതെ ഒരു വ്യക്തിയുടെ മൂല്യത്തിന്റെ യഥാർത്ഥ അളവുകോലുകളാണ് നീതിയും ഭക്തിയുമെന്ന് എടുത്തു കാണിക്കുന്നു. ഇസ്ലാമിന് വളരെ മുമ്പ് തന്നെ അറേബ്യൻ പെനിൻസുലയിൽ നിലനിന്നിരുന്ന പെൺ ശിശുഹത്യ ഉൾപ്പെടെയുള്ള ഗോത്ര പാരമ്പര്യങ്ങൾക്ക് ഇസ്ലാമാണ് അറുതി വരുത്തിയത്. പെൺമക്കളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പിച്ച് അവർക്ക് സമൂഹത്തിലുള്ള പങ്കിനെ കൃത്യപ്പെടുത്തി ഇസ്ലാം. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് ചിലയിടങ്ങളിൽ ഖുർആനിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് വിപരീതമായി പെൺകുട്ടിയുടെ മൂല്യം കളങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിക പഠിപ്പിക്കലുകളെ മറികടക്കുമ്പോൾ ലിംഗപരമായ റോളുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ശക്തിപ്പെട്ട് ലിബറലിസത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകളാൽ അവർ സ്വാധീനിക്കപ്പെടും. അനിസ്ലാമിക സംസ്കാരവും മുസ്ലിം വിരുദ്ധ വികാരവും വ്യാപകമായ ഈ പരീക്ഷണ നാളുകളിൽ നമ്മുടെ പെൺമക്കളെ അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉളവാക്കുന്ന എന്തിനേയും ചെറുക്കാൻ സഹായിക്കുന്ന മൂല്യങ്ങൾ പഠിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ പെൺകുട്ടിയും സ്വതന്ത്രയും ശക്തയും ആത്മവിശ്വാസമുള്ളവളുമായ മുസ്ലിമായി വളരാൻ സഹായിക്കുന്നതിന് ഉൾക്കൊള്ളേണ്ട 6 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1. ഹിജാബ്. ഇന്നത്തെ മാർക്കറ്റ് നിശ്ചയിക്കുന്നതല്ല അവളുടെ വ്യക്തിത്വം എന്നും ബുദ്ധിയോ ചിന്തയോ ആർക്കും അടിയറ വെക്കാതെ കൃത്യമായ അറിവുകളിലൂടെ സാമൂഹികമായ ഇടപെടലുകളിലൂടെ കഴിവുകളിലൂടെ സ്വയം നിർണയിക്കപ്പെടുന്നതാണ് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം എന്ന പ്രഖ്യാപനമാണ് ഹിജാബ്. അത് അടിച്ചമർത്തലല്ല, താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ പ്രകടനമാണ്. മറ്റുള്ളവരുടെ ദുരുദ്ദേശങ്ങളിൽ നിന്ന് അവളെ സംരക്ഷിക്കുക മാത്രമല്ല, ആന്തരിക സൗന്ദര്യം വെളിപ്പെടുത്താനുള്ള ശക്തി അവൾക്ക് നൽകുകയും ചെയ്യും. 2. നോ പറയാൻ പഠിക്കുക. യു ഓൺലി ലിവ്ഡ് വൺസ്. നിങ്ങൾ ഒരിക്കൽ മാത്രം ജീവിക്കുന്നു. അതിനാൽ പൂർണ്ണമായി ജീവിച്ചു എന്ന് ഉറപ്പാക്കാൻ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും പരിധികൾ നീക്കാനും അവർ ആഗ്രഹിക്കുന്നു. അതേ എന്ന് പറയുന്നത് ധീരതയുടെയും ധൈര്യത്തിന്റെയും രൂപമായി ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നവന്റെ പര്യായമാണ് ഇക്കാലത്ത്. പക്ഷേ നമ്മുടെ പെൺമക്കൾ അവരുടെ സുഹൃത്തുക്കൾ തിന്മയിലേക്ക് ചേരാൻ ക്ഷണിക്കുമ്പോൾ ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യത്തിനുമാകട്ടെ നോ പറയുന്നത് അവരെ ഒരു ഭീരുക്കളെ പോലെ ആക്കുകയല്ല, മറിച്ച് അതേ എന്ന് പറയുന്നതിനേക്കാൾ വളരെ ധീരമായ ഉത്തരമാണ് നൽകുന്നതെന്ന് സ്വയം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിനെതിരെ പോകുന്നവൻ ആൾക്കൂട്ടത്തെ പിന്തുടരുന്നവനേക്കാൾ വളരെ ധീരനാണ്. ഉള്ളിലെ ശബ്ദം കേൾക്കാനുള്ള വിവേകവും അത് ഉറക്കെ പറയാനുള്ള ധൈര്യവും നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാവണം. അതെ, നമ്മൾ ഒരു തവണ മാത്രമേ ജീവിക്കുന്നുള്ളൂവെന്നും സ്വർഗത്തിലെത്താൻ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. 3. സ്വബറിന്റെ ബാനറിൽ അവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുക. ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നാം പലരെയും കണ്ടുമുട്ടും. ചിലർ വേദനിപ്പിക്കുകയും വിഷമമുണ്ടാക്കുകയും ചെയ്യും. അവരോട് ഇടപെടാനുള്ള ഏറ്റവും നല്ല മാർഗം ക്ഷമിക്കുകയും നല്ല രീതിയിൽ മറുപടി പറയുകയും ചെയ്യുകയാണെന്ന് തിരിച്ചറിയുക. കോപം അടക്കി നിർത്തി ദയ കാണിക്കുകയാണെങ്കിൽ ഒരു പ്രതികാരത്തിനും നൽകാത്ത സന്തോഷം നൽകും.
വ്യത്യസ്ത വേഷങ്ങളിൽ അള്ളാഹു സ്ത്രീകൾക്ക് വ്യത്യസ്തമായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അവൾക്ക് പിതാവിനേക്കാൾ 3 ഇരട്ടി മഹത്തായ സ്ഥാനമുണ്ട്. തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഭർത്താവിന് കീഴ്പ്പെടുന്ന സ്ഥാനത്തോടൊപ്പം അവൾക്ക് ബഹുമാനവും സ്നേഹവും പദവിയും നൽകിയിട്ടുണ്ട്. ഒരു മകൾ എന്ന നിലയിൽ മാതാപിതാക്കൾക്ക് സ്വർഗത്തിന് കാരണക്കാരി എന്ന അതുല്യമായ സ്ഥാനമുണ്ട്. മറ്റുള്ളവരെ സംരക്ഷിക്കാൻ, ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ സമൂഹം അവളോട് പറയുമ്പോൾ അള്ളാഹു അവൾക്ക് നൽകിയത് ശരിയായി ഉയർത്തിപ്പിടിച്ച് മുസ്ലിമിന് അനുയോജ്യമായ ക്ഷമയോടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുക. 4. മുകളിലല്ല താഴെയുള്ളവരെ എപ്പോഴും നോക്കുക. ലോകം അതിന്റെ മനോഹാരിത നിലനിർത്തുന്നത് വൈവിധ്യങ്ങളിലാണ്. മറ്റൊരാൾക്കും നിങ്ങളുടേത് കുറയ്ക്കാനോ അള്ളാഹു ഉദ്ദേശിക്കുന്നതിനപ്പുറം വർദ്ധിപ്പിക്കാനോ കഴിയില്ല. തന്നെക്കാൾ കുറഞ്ഞ അനുഗ്രഹങ്ങളുള്ള തനിക്ക് താഴെയുള്ളവരെ എപ്പോഴും നോക്കാനും അള്ളാഹുവിന് നന്ദിയും സ്തുതിയും പ്രകടിപ്പിക്കാനും നമ്മുടെ പെൺമക്കൾക്ക് കഴിയണം. ഈ ലോകത്ത് തന്നെക്കാൾ കൂടുതലുള്ളവരെ നോക്കുന്നത് നിരാശയിലേക്കും അസന്തുഷ്ടിയിലേക്കും നയിക്കുമെന്നും പകരം തെക്കുവയിൽ ഉയർന്നവരെ നോക്കാനും അവരോട് മത്സരിക്കാനും അവളെ പഠിപ്പിക്കുക. ഇഹലോകത്ത് നൽകപ്പെടുന്ന ഏതൊരു ഭൗതിക അനുഗ്രഹവും ചോദിക്കപ്പെടുന്നതാണ് എന്ന ബോധ്യം ഉണ്ടാക്കുക. 5. നിങ്ങളുടെ കുടുംബവും വീടും എപ്പോഴും ഒന്നാമതായിരിക്കണം. ഫെമിനിസ്റ്റ് പ്രസ്ഥാനവും പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സമത്വത്തിനായുള്ള പോരാട്ടവും ഇന്നത്തെ സ്ത്രീയെ അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ നിന്ന് ഇല്ലാതാക്കി. ഒരു വീട്ടമ്മയാകാനുള്ള ആഗ്രഹം. ഒരു സ്ത്രീക്ക് ഒരു ഗൃഹനാഥ എന്നതിലുപരി തൊഴിലോ പരിശ്രമമോ പാടില്ല എന്നല്ല ഇതിനർത്ഥം. മുസ്ലിം സ്ത്രീകൾക്കിടയിൽ നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ അക്കാലത്തെ ഏറ്റവും വിജയകരമായ ബിസിനസ് വനിതകളിൽ ഒരാളും ആഖിറയിൽ ഏറ്റവും വിജയിയായ സ്ത്രീകളിൽ ഒരാളും. എന്നിരുന്നാലും നമ്മുടെ പെൺമക്കളെ ഗൃഹപരിപാലനം എന്നത് താഴെയുള്ള ഒന്നായോ മോശമായതോ അഭിലാഷമില്ലാത്ത സ്ത്രീകളുടെ ജോലിയായോ കരുതാതിരിക്കാൻ പഠിപ്പിക്കുക. തന്റെ മകൾ ഫാത്തിമയെ ജന്നയിലെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവിന്റെ സമർപ്പിത അടിമയായി തന്റെ വീടിനും കുടുംബത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വീട്ടമ്മയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സ്ത്രീ തന്റെ ദിവസേനയുള്ള 5 നമസ്കാരം, മാസത്തിൽ റമളാൻ നോമ്പനുഷ്ഠിക്കുകയും അവളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവളോട് പറയും, സ്വർഗത്തിൽ പ്രവേശിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കവാടങ്ങളിലൂടെ. ജന്നയുടെ എല്ലാ വാതിലിൽ നിന്നും അബൂബക്കർ അള്ളാഹുവിനെ വിളിക്കപ്പെടുമെന്ന് നബി പ്രതീക്ഷിച്ചതായി നമുക്കറിയാം. ഈ അവസരമാണ് ഓരോ മുസ്ലിം സ്ത്രീക്കും ലഭിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. 6. അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. ജീവിതത്തിൽ അവരുടെ സ്ഥാനം എന്ത് തന്നെ ആയാലും അവർ എത്ര തിരക്കിലായാലും അറിവ് തേടുന്നത് തുടരണം. വിജ്ഞാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുമെന്ന് പ്രവാചകൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പെൺമക്കൾ നമ്മുടെ കുടുംബത്തിലെ ഒരു ഭാഗം മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള യാത്രയുടെയും ഭാഗമാണ്. അവരോട് ദയയോടെ പെരുമാറുകയും സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നബിയുടെ പൈതൃകത്തെ ആദരിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും സ്വർഗത്തിലേക്കും നമ്മുടെ പാത സ്വയം തുറക്കുകയും ചെയ്യുന്നു.